ലാസ് വെഗാസിലെ ഹാരി റീഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിന് ആകാശത്ത് വെച്ച് യാത്രയ്ക്കിടെ വിമാനത്തിന്റെ ഒരു ടയർ നഷ്ടപ്പെട്ടു. BA274 വിമാനം എയർബസ് A350-1000 മോഡലിനാണ് അപകടമുണ്ടായത്. എന്നാൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഫ്ലൈറ്റ് റഡാർ 24 റിപ്പോർട്ട് ചെയ്യുന്നു. ലാൻഡിംഗ് ഗിയറിന്റെ ഒരു ഭാഗം ആകാശത്ത് വെച്ച് തന്നെ തെന്നിമാറുന്നതായി വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ഈ ആഴ്ച ആദ്യം ഹീത്രോയിലേക്കുള്ള ഹാരി റീഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റൺവേ വിട്ട എയർബസ് A350-1000 വിമാനത്തിന്റെ വലതുവശത്ത് നിന്ന് ഒരു വസ്തു താഴേക്ക് വീഴുന്നത് തത്സമയ ഫ്ലൈറ്റ് ട്രാക്കിംഗ് സ്ട്രീമുകൾ വഴി പകർത്തിയ ദൃശ്യങ്ങളിൽ കാണിച്ചതായി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. തകരാർ പ്രകടമായിരുന്നിട്ടും വിമാനം ഏകദേശം 10 മണിക്കൂർ യാത്ര തുടരുകയും ലണ്ടനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ മാസം ആദ്യം ഒർലാൻഡോയിൽ ഒരു യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിന് മുൻചക്രം നഷ്ടപ്പെട്ടിരുന്നു. ഇത് പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് മുൻപ് വിമാനത്താവളത്തിൽ ഒരു ചെറിയ നിലം നിർത്താൻ കാരണമായി. ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ അനുസരിച്ച് ബ്രിട്ടീഷ് എയർവേസ് വിമാനം പ്രാദേശിക സമയം ഏകദേശം രാത്രി 8:44 ലാസ് വെഗാസിൽ നിന്ന് പുറപ്പെട്ട് UK-യിൽ ഉച്ചയ്ക്ക് 2:30 ഹീത്രോയിൽ എത്തി. ലാസ് വെഗാസ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിച്ചു. ടേക്ക് ഓഫിനിടെ വിമാനത്തിന് ഒരു ടയർ നഷ്ടപ്പെട്ടെങ്കിലും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞു. സുരക്ഷ ഇപ്പോഴും ഞങ്ങളുടെ മുൻഗണനയാണെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും ബ്രിട്ടീഷ് എയർവേസ് പറഞ്ഞു.